വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം നടത്തുകയാണ്. ആ സമരം ഇനിയും തുടരും എന്ന വിവരമാണ് വരുന്നത്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. ആവശ്യങ്ങളിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിയാലോചന ആവശ്യമുണ്ടെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രിയുടെ അഭിപ്രായത്തിനെതിരെയാണ് ഇപ്പോൾ ആശാ വർക്കർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഓണറേറിയം എന്ന് പറയുന്നത് 7000 രൂപ മാത്രമാണ് കേരളത്തിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 222 രൂപയ്ക്ക് ആരോഗ്യ പ്രവർത്തകർ പണിയെടുക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊരു 100-150 രൂപ വണ്ടിക്കൂലിയായിട്ടും ഭക്ഷണത്തിനുമായിട്ട് ചെലവഴിക്കേണ്ടി വരും. വളരെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തൊരു തുക മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത് 3 മാസമായി വേതനം കിട്ടിയിട്ടെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഒരു സ്ഥിരമായ ഒരു വരുമാനം തരിക. പിന്നെ ഞങ്ങളുടെ സഹോദരിമാരെ 62 വയസ്സ് കഴിയുമ്പം പോയിക്കൊള്ളണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു റിട്ടയർമെൻറ്റ് എന്തായാലും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിന് ഞങ്ങൾക്ക് വെറും കൈയോടെ പോകാൻ പറ്റില്ല. 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. തരുക, ഒരു ചെറിയ ഒരു പെൻഷനോ അങ്ങനെയുള്ളതും കൂടെ ഒന്ന് ഏർപ്പെടുത്തുക. ഇത് മാത്രമേ ഞങ്ങൾ സ്വാഭാവികമായി ഒരു ചെറിയ ഒരു ആവശ്യമല്ലേ ഗവൺമെൻറ്റിൻ്റെ മുമ്പ് വയ്ക്കുന്നത്. സലിം മാലിക്കാണ് ചേരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. സലിം, ഗുഡ് ആഫ്റ്റർനൂൺ. സലിം, അവർ പറയുന്ന ആവശ്യങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അത് വളരെ ന്യായമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ഒരു 200 രൂപ 300 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനുണ്ട്? നമ്മൾ സാധാരണക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാണുള്ളത്. അതുപോലെ ജീവിത ചെലവുകൾ കൂടി വരുന്ന സാഹചര്യം. അവർക്ക് വേണ്ടത് ഒരു മിനിമം കിട്ടേണ്ട തുക, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ ഓണറേറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അവർ ആവശ്യം ഉന്നയിക്കുന്നത് അത്ര കൂടുതലാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിൽ എന്താണ് ഇത്ര കടുംപിടുത്തം വരുന്നത്? സ്മിത, ഉറപ്പായും ന്യായമായ ആവശ്യങ്ങൾ എന്ന് നമുക്ക് ഒറ്റ നോക്കിൽ കേൾക്കുമ്പോൾ തന്നെ തോന്നുന്ന കാര്യങ്ങളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവരുടെ ഓണറേറിയം 7000 രൂപയാണ്. മാസം 7000 രൂപ കൊണ്ട് ഒന്നും ആകില്ല എന്ന് നമുക്കറിയാം. ആ ഓണറേറിയം ഉയർത്തണം എന്നുള്ളതാണ് ഒരാവശ്യം. അതുപോലെ തന്നെ മറ്റ് വിവിധ ആവശ്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം, ഇവരുടെ ഈ ഉള്ള തുക തന്നെ കിട്ടിയിട്ട് 3 മാസമായി ആ കുടിശ്ശിക തീർക്കണം. ഈ 62 വയസ്സാകുമ്പോഴാണ് ഇവർക്ക് റിട്ടയർമെൻറ്റ് പറയുന്നത്. അത് റിട്ടയർമെൻറ്റ് നൽകുമ്പോൾ 1 രൂപ പോലും ഇവർക്ക് നൽകുന്നുമില്ല. 5 ലക്ഷം രൂപയെങ്കിലും റിട്ടയർമെൻറ്റ് തുകയായി നൽകണം എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരാവശ്യം. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഓണറേറിയം ലഭിക്കുമ്പോൾ ഈ തുച്ഛമായ ഓണറേറിയം ലഭിക്കാൻ തന്നെ പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. കഴിഞ്ഞ 6 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇവർ ഈ ആശാ വർക്കർമാർ ഈ നിലയിൽ തന്നെ സമരം തുടരുകയുമാണ്. അതിനിടയിലാണ് ഇത് ഈ 6 ദിവസം കൊണ്ടല്ല, അതിന് മുൻപ് തന്നെ വളരെ നേരത്തെ തന്നെ സർക്കാരിന് മുൻപിൽ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. കോവിഡ് കാലത്തൊക്കെ കോവിഡ് പോരാളികൾ എന്ന് സർക്കാർ വലിയ നിലയിൽ ഇവരെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ പോരാളികൾ പറഞ്ഞ പല ആവശ്യങ്ങളും സർക്കാർ കേട്ടില്ല. സർക്കാർ അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചില്ല. അതിനുശേഷം പലതവണ സർക്കാരിന് മുൻപിൽ തന്നെ നിവേദനം പലതവണ വെച്ചതാണ്. ആ നിവേദനങ്ങളിലൊന്നും ഒരു മറുപടിയും ഉണ്ടായില്ല, നടപടിയും ഉണ്ടായില്ല. അതിനൊടുവിൽ ഇന്ന് ഒരു പ്രതിഷേധ കുടുംബ സംഗമം എന്ന നിലയിൽ കൂടുതൽ ആശാ വർക്കർമാരെ ഇവിടേക്ക് എത്തിച്ചുള്ള പ്രതിഷേധം നടത്തുന്നതിനിടെയാണ് മന്ത്രി ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. രാവിലെ 10 മണിയോടുകൂടി മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷവും ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് മന്ത്രി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ വിചിത്രമായ ഒരു മന്ത്രിയുടെ മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായ ആ പ്രശ്നങ്ങൾ പലതവണ സർക്കാരിന് മുൻപിൽ വെച്ചിട്ട് ഇപ്പോഴൊരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഒരു പ്ലാൻ പോലും മന്ത്രിയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഈ സമരം പരിഹരിക്കാനുള്ളൊരു പ്ലാൻ പോലും ഇല്ലാതെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. പിന്നെ എന്തിന് ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇവർ ഉയർത്തിയ ആവശ്യങ്ങളൊക്കെ ധനമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ആ കൂടിയാലോചനയ്ക്കൊക്കെ ശേഷം പോരായിരുന്നോ ഈ മന്ത്രിയുടെ ചർച്ച എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ആ നിലയിലാണ് ഇവർ ഈ സമരവുമായി ഇപ്പോൾ തുടരുന്നത്. അതിനുശേഷമാണ് ആ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി സമരം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ 20-ാം തീയതി വലിയ നിലയിൽ ഒരു പ്രതിഷേധ സംഗമം എന്ന നിലയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ചേച്ചി, നിങ്ങൾ കഴിഞ്ഞ 6 ദിവസമായിട്ട് സമരത്തിനുണ്ട്. അപ്പൊ ഇന്നും സർക്കാരിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഒരു മറുപടി ഇല്ല, അനുകൂലമായ മറുപടി ഇല്ല. അനുകൂലം വന്നാൽ അതുവരെ നമ്മൾ സമരം ചെയ്യും. എന്തൊക്കെയാ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, നമുക്ക് ഓണറേറിയം, നമുക്ക് ഇൻസെന്റീവ് മുടങ്ങിയതെല്ലാം ഞങ്ങൾക്ക് തരണം. പിന്നെ 62 വയസ്സായി വിരമിക്കുമ്പോൾ നമുക്ക് 5 ലക്ഷം രൂപ തരണം. അതാണ് ആ നിലയിലുള്ള വിവിധ ആവശ്യങ്ങൾ, പല ആവശ്യങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. പല കാലങ്ങളിൽ ആ സമരം ഇവർ നടത്തിയതാണ്. സർക്കാരിന് മുൻപും നിങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സർക്കാർ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പൊ സാമ്പത്തിക നമ്മുടെ
ഓണറേറിയം കൂട്ടണമെന്ന് പറയുമ്പോൾ പറയും ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കണം, അല്ലെങ്കിൽ അവരോട് ആലോചിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞ 62 വയസ്സായി പിരിച്ചുവിടുന്ന ആനുകൂല്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞ് പറയാണ്. അത് ഞങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിച്ചാൽ എടുക്കണം. പിന്നെ എന്തിനാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി? അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 10, 17, 18 വർഷം വരെ ഇവിടെ കിടന്ന് നമ്മൾ ഒരു പൈസ ആദ്യം കയറിയപ്പോൾ നമുക്ക് 500 രൂപ പോലും ഇല്ലായിരുന്നു ഓണറേറിയം. ഇത്രയും വർഷം ആരോഗ്യവകുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടതിന് ശേഷം അവസാനം ഒരു പൈസ ഇല്ലാതെ ഞങ്ങളെ പിരിച്ചുവിടുക എന്നുള്ളത് എവിടുത്തെ ന്യായമാണ്? അവർക്കൊരു മനസാക്ഷിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇവരാണ് പറയുന്നത്. അപ്പൊ പൈസ കൂട്ടുന്ന കാര്യത്തിൽ പറയുന്നത് ധനകാര്യമായിട്ട് ആലോചിക്കണം. ഈ ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിക്കണമെന്നാണ് മന്ത്രി ഇന്ന് പറയുന്നത്. പക്ഷേ ഈ ധനകാര്യ വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം ചർച്ചയ്ക്ക് വിളിച്ചാൽ പോരായിരുന്നു? അതെ, അതാണ് ഞങ്ങളുടെയും അഭിപ്രായം. ധനകാര്യവുമായിട്ട് ആലോചിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ രാപ്പകൽ സമരം ഇന്ന് ചർച്ചയ്ക്ക് ശേഷമാണ് തുടരാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാ ആശമാരും ആരോഗ്യപരമായി വളരെ കഷ്ടത്തിലാണ്. കാരണം മാനസികമായും പ്രശ്നത്തിലാണ്, ശാരീരികമായും. നല്ല കാലം മുഴുവൻ ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്. പക്ഷേ എല്ലാം സഹിക്കാൻ ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശും ഞങ്ങൾ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ, അത് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അവകാശപ്പെട്ടത് മാത്രമാണ് ആരോഗ്യവകുപ്പിനോട് ചോദിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അത് തന്നെയാണ്, അതായത് തീർത്തും ന്യായമായ ആവശ്യമെന്ന് നമുക്ക് ഒറ്റക്കേൾവിയിൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് ഈ ആശാവർക്കർമാർ ഇപ്പോഴും ഈ സമരം തുടരുകയാണ്. കഴിഞ്ഞ 6 ദിവസമായും ആ സമരം ആ നിലയിൽ തന്നെ തുടരുന്നതും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ആ അവകാശങ്ങളിൽ അനുകൂലമായ സമീപനം സർക്കാരും സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇപ്പോഴും സമരം തുടരുന്നത്. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ ധനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും സംസാരിച്ച ശേഷം മാത്രമേ പരിഹരിക്കാനാകൂ എന്നാണ് ഇന്നോ ഇന്നലെയോ അല്ല ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. മാസങ്ങൾക്ക് മുന്നേ ചോദിച്ചിരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രിയോട് ചോദിക്കണം, ധനമന്ത്രിയോട് ചോദിക്കണം. അങ്ങനെ കൈമലർത്തുന്നതിലെ ഒരു ഔചിത്യം എങ്ങനെയാണെന്ന് ആരോഗ്യമന്ത്രി ആലോചിക്കണം. ഒപ്പം തന്നെ വെയിലത്ത് കൊടും ചൂടാണ് അവിടെ. അവർ പറയുകയും ചെയ്തു, മാനസികമായും ശാരീരികമായും ഞങ്ങൾ തളർന്നിരിക്കുന്നു. അതിനൊപ്പം ഈ കൊടും ചൂടത്ത് അവർ പ്രതിഷേധിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കേണ്ടതാണ്. അതാണ് ആരോഗ്യമന്ത്രിയോട് നമുക്ക് പറയാനുള്ളത്, അല്ലെ? ഇവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൃത്യമല്ലാത്ത തൊഴിൽ സമയമുള്ളത്. മറ്റേത് ഇവർ പറയുന്നു രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള ജോലി. ഇപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അവധി എടുത്താൽ അന്ന് ഓണറേറിയം കുറയും. മറ്റ് ഈ പ്രധാന ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മതപരമായി മാത്രം എടുക്കാൻ സാധിക്കുള്ളൂ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇതിൽ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. പിന്നെ ഇപ്പോൾ 20-ാം തീയതി അവർ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകം തന്നെ ഇപ്പോൾ ധനമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഒരു ചർച്ച നടത്തി ഒരുപാട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു വാക്ക് കൊടുക്കണം. അതെങ്കിലും ചെയ്യുക. ഈ കൊടും ചൂടത്ത് അവർ തളർന്നു വീണു തുടങ്ങും. ഇനി കുടയൊക്കെ പലരും ചൂടിയിട്ടുണ്ട്, നമുക്കത് കാഴ്ച കാണാം. അവർക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് അവർ. എത്രയും പെട്ടെന്ന് പരിഹാരമാകട്ടെ.